സാഹിറുകളെ കൊണ്ടുവന്നു ഫിർഔൻ. പക്ഷെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യം മുഅ്ജിസത്താണെന്ന് ആ സാഹിറുകൾ തിരിച്ചറിഞ്ഞു. അവരെല്ലാവരും മുസ്ലിമീങ്ങളായി. ഫിർഔൻ അവരെ വിപരീത ദിശയിൽ എന്ന് പറഞ്ഞാൽ വലത് കൈയാണെങ്കിൽ ഇടത് കൈയാണെങ്കിൽ വലത് കാല്, വിപരീത ദിശയിൽ അവരെ ഛേദിക്കാൻ ഓർഡർ കൊടുത്തു. ആ സമയത്ത് അവർ പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അഫ്രിഗ അലൈനാ സബ്റൻ, ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ റബ്ബേ. കാരണം അത്രയും കഠിനമായി ക്രൂരമായി ശിക്ഷിക്കുന്ന ആളായിരുന്നു ഫിർഔൻ. അവിടെ ക്ഷമ വേണം. അഫ്രിഗ അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കുക. വതവഫനാ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായി നീ ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. ഫിർഔൻ കൊല്ലുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം, മരിക്കുന്നത് മുസ്ലിങ്ങളായിട്ടാണോ അല്ലേ എന്നുള്ളതാണ്. ഇത് പലരും ചിന്തിക്കുന്നില്ല. കൊല്ലപ്പെടുന്നു എന്ന ബേജാറല്ല, അതിനേക്കാൾ വലിയ ബേജാറ് മുസ്ലിമീങ്ങളായിട്ടാണോ മരിക്കുന്നത്. ഒരാൾ കൊന്നാലും ശരി, സ്വാഭാവിക മരണമാണെങ്കിലും ശരി, മരിക്കുന്നവൻ തൗഹീദിലല്ല മരിക്കുന്നതെങ്കിൽ പരലോകത്ത് ഒരു നേട്ടവുമില്ല. നേരെ മറിച്ച് തൗഹീദുള്ളവനാണെങ്കിൽ അവൻ ഇഞ്ചിഞ്ചായി ശരീരത്തിൽ നിന്ന് കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് കൊല്ലപ്പെട്ടാലും അവന് സ്വർഗമുണ്ട്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് അവരുടെ ദുആയിൽ നിങ്ങൾ നോക്കൂ, റബ്ബനാ അഫ്രിഗ അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കണമേ എന്ന് അവർ ദുആ ചെയ്തു.